ഇയർ സെലിബ്രേഷനാണ്. നമുക്ക് ഈ ന്യൂ ഇയർ ഇവിടെ ഓപ്പണറായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ഫാം ഹൗസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെലിബ്രേഷൻ ഈ ഒരു ഫാം ഹൗസ് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. പാറ്റൂസ് ട്രെയിൽ ആൻഡ് ടോക്സിലെ 2025 ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഫാം ഹൗസിൻ്റെ എൻട്രൻസിൻ്റെ രണ്ട് സൈഡിലും കുറേ പാം ട്രീസ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഫാം ഹൗസ്. രണ്ട് സൈഡിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇഷ്ടംപോലെ നീം ട്രീസും ചിൽഡ്രൻസ് പ്ലേ ഏരിയയും നല്ല ഗ്രൗണ്ടും ഗ്രില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം എല്ലാം. ഈ ന്യൂ ഇയർ സെലിബ്രേഷനായിട്ട് ഞങ്ങൾ 3 ഫാമിലികളാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ന്യൂ ഇയർ സെലിബ്രേഷന് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഫാം ഹൗസിൻ്റെ സെൻട്രലായിട്ടാണ്. ഇവിടെ മൊത്തം ഇതൊരു നീം ട്രീസുമായിട്ട് സറൗണ്ടഡ് ആണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ നമുക്ക് കളിക്കാനും അതേപോലെ തന്നെ സെലിബ്രേഷൻ ചെയ്യാനും ഒക്കെ പറ്റും. പുറത്തൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുക. ഈ ട്രീസിനിടയ്ക്കൂടെ നിങ്ങൾ കാണുന്ന ആ ഒരു ബിൽഡിംഗ് എന്താണെന്നറിയാവോ? അത് ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ ഹാളാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഹോൾ ഒന്ന് കാണാം. ഹോളിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു രാജകീയമായ ലുക്കാണ് കാണുന്നത്. കണ്ടോ? ഒരു സൈഡിൽ മൊത്തം രാജകീയമായ സോഫകളാണ്. അതും കൂടാതെ തന്നെ ചെയറും ഉണ്ട്. ഒരു 50 പേരെയൊക്കെ ഇരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പല കളറിലുള്ള ലൈറ്റും കുറേ പാം ട്രീസും നമുക്ക് കാണാം. ആ ഗ്രൗണ്ടിനെ ചുറ്റപ്പെട്ട് മൊത്തം ചെറിയതും വലുതുമായിട്ടുള്ള പലതരം ചെടികളാണ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഫാം ഹൗസ് ഒന്ന് കാണാം. ഇതാണ് ഫാം ഹൗസ്. കയറുമ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ലിവിംഗ് റൂമാണ് കാണുന്നത്. ഇവിടെ സോഫയും ടിവിയും എല്ലാം ഉണ്ട്. അതിൽ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൂടെ ഈ ഫാം ഹൗസിൻ്റെ കാണാം. തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. ഒരു ഫാമിലിക്ക് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വലിയൊരു റൂമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ വേറൊരു റൂമുണ്ട്. കണ്ടോ? ഇത് വലിയൊരു ബെഡും ടിവിയും ഉള്ളൊരു റൂമാണ്. അടുത്തത് ഒരു വാഷ് ഏരിയ ആണ്. ഇവിടെ ടോയ്ലറ്റും വാഷിംഗ് എല്ലാം ഉള്ളൊരു ഏരിയ. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതും ഒരു ബെഡ്റൂമാണ്. അപ്പം ഈ ബെഡ്റൂം കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കിച്ചണാണ്. വലിയൊരു കിച്ചണാണ്. ഈ കിച്ചണിൽ ഒരു സോഫയുണ്ട്. അതുപോലെ സ്റ്റൗവും റെഫ്രിജറേറ്ററും എല്ലാം ഉണ്ട്. ഇത് കണ്ടോ? ഒരു പൂള്. ഈ ഫാം ഹൗസിലെ ഒരു പൂളാണിത്. കുറച്ച് നേരം നമുക്കൊന്ന് വെള്ളത്തിൽ കിടന്നടിച്ച് പൊളിക്കാനുള്ള ഒരു വലുപ്പത്തിലുള്ളൊരു പൂളാണിത്. ഞങ്ങൾ ഇവിടെ സെലിബ്രേഷന് ഭാഗമായിട്ട് ഒരു ഗ്രില്ലുണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ചാർക്കോൾ കത്തിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. ഇവിടുത്തെ ഒരു കെയർ ടേക്കർ വന്ന് ഒരു ബ്ലോവറും കൊണ്ട് ഇവിടെ ചാർക്കോൾ കത്തിക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. ചാർക്കോൾ കത്താൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ബ്ലോവറിന് ഭയങ്കര സൗണ്ടാണ്. അതിലും ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് ആ ഗ്രില്ലിങ്ങോട്ട് കയറ്റി ചിക്കൻ. അങ്ങനെ ഞങ്ങൾ 2025 വെൽക്കം ചെയ്യാൻ റെഡി ആയിരിക്കുന്നു. ഞങ്ങൾ ഒരു കേക്കൊക്കെ വച്ചിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ 2025 എന്നും പറഞ്ഞ്. എന്തായാലും 2025 ആവാൻ പോവുകയാണ്. വളരെ ചില നിമിഷങ്ങൾക്കകം ഇത് 2025 ആവും. ഇതിവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ ആണ്. ഇവിടെ എൻ്റെ സിസ്റ്ററും ഫ്രണ്ട്സും ഊഞ്ഞാലാടി കളിക്കുകയാണ്. അങ്ങനെ
സെലിബ്രേഷനും കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ ഈ പൂളിലേക്ക് ചാടി കുറച്ചു നേരം ഓടി കളിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഈ ഫാം ഹൗസിന്റെ മോർണിംഗ് വ്യൂ. ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പോൾ രാവിലെ 6 മണിയായി. ഒരു രാത്രി ഫുൾ ഈ ഫാം ഹൗസിൽ ഉറങ്ങാതെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. ഇവിടെ അകത്തും പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ സെലിബ്രേഷനും രാത്രി കണ്ട ഫാം ഹൗസിന്റെ മോർണിംഗ് വ്യൂ ആണ് ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.